സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ജെയിംസ് ബോണ്ട് എന്നുള്ള ക്യാരക്ടർ അയൻ ഫ്ലെമിംഗ് ഉണ്ടാക്കി ഇദ്ദേഹത്തെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയെങ്കിലും അതിൽ പറയുന്ന കഥകളൊക്കെ വളരെ അതിശയോക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ലോകത്തിലെ വലിയ കോടീശ്വരൻ്റെ മകനാണെങ്കിലും അവിടെ വന്നപ്പോഴത്തേക്കും പാസ്പോർട്ടും പോയി കാശും പോയി. അജിത് ഡോവലും ഞാനും ബാച്ച്മേറ്റ്സാണ്. ഇവിടെ കേരള കാർഡ്മേറ്റ്സ് ശത്രുക്കളുടെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. കാസാവ് ശ്രദ്ധിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാൻ കാരണം ഈ പറഞ്ഞ രാത്രിയിൽ അസുഖം കൂടിയപ്പം മരുന്ന് കിട്ടാനില്ല. അതിപ്പോൾ മാത്രമല്ല, എല്ലാ കാലത്തും കുറേ പേരിങ്ങനെ പോലീസിന് ചീത്തപ്പേര് വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരെ രണ്ടുപോലെ കൈകാര്യം ചെയ്യണം, മര്യാദ പഠിപ്പിക്കണം. ഈ 3 പേരുടെ പേര് ഞാൻ പറഞ്ഞു, ഒരു 3 പേരും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യണമെന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ ഡക്കൻഹറിൽ എഴുതി, കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഭരണം ഈ രാഷ്ട്രപതി ഭരണമാണ്, ഈ 6 മാസം രാഷ്ട്രപതി. അത് ശരി, അത് വലിയൊരു കോംപ്ലിമെൻ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇന്ത്യൻ പോലീസ് സേനയിലെ അതിപ്രഗത്ഭനായ ഓഫീസർ, ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് അനാലിസിസ് വിങ് റോയുടെ മുൻ തലവൻ, കേരളത്തിൻ്റെ മുൻ DGPയുമായ ശ്രീ PK ഹോർമീസ് തരകനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ഹോർമീസ് തരകൻ സാർ. നമസ്കാരം. ഇപ്പോൾ സാറിൻ്റെ ഒരു പുസ്തകം അടുത്തിടെ പുറത്തിറങ്ങിയത് പരിഭാഷയാണ്. ഫോന്താമര എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അത് എഴുതിയത് ഇഗ്നാസിയോ സിലോണ. ഇങ്ങനെ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തണമെന്നുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? പുസ്തകത്തിൻ്റെ ശരിക്കുള്ള പേര് ഫോന്തമാര, ലേഖകൻ്റെ പേര് ഇഗ്നാസിയോ സിലോണ, ഇഗ്നേഷ്യസ് എന്നുള്ള ഇറ്റാലിയൻ പേരാണ് ഇഗ്നാസിയോ. ഈ പുസ്തകത്തിൻ്റെ എഴുതിയ ദീർഘമായ അവതാരികയിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം പറയുന്നത്, ഈ OSSൻ്റെ സ്വിറ്റ്സർലൻഡിലെ പ്രതിനിധി, പിൽക്കാലത്ത് CIA ചീഫായ അലൻ ഡള്ളസ്, അദ്ദേഹം അയാൻ ഫ്ലെമിംഗ് ജെയിംസ് ബോണ്ടിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള അയാൻ ഫ്ലെമിങ്ങുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നെന്നും ജെയിംസ് ബോണ്ട് എന്നുള്ള വീരചാരനെ സൃഷ്ടിക്കുന്നതിൻ്റെ പ്രേരണ അലൻ ഡള്ളസിൽ നിന്നായിരുന്നെന്നും പറയുന്നു. അതൊന്ന് വിശദമാക്കാം. അയൻ ഫ്ലെമിങ്ങും അലൻ ഡള്ളസും വലിയ ഫ്രണ്ട്സായിരുന്നു. ജോൺ കെനഡിയുടെ ഫ്രണ്ട്സായിരുന്നു ഇവർ. ഈ അലൻ ഡള്ളസിൻ്റെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് ജെയിംസ് ബോണ്ട് എന്നുള്ള സൃഷ്ടി ഉണ്ടായത് അയൻ ഫ്ലെമിങ്ങിൻ്റെ ഭാവനയിൽ. അങ്ങനെ അലൻ ഡള്ളസിന് അതിനല്ല, ഈ ഞങ്ങളുടെ ഇൻ്റലിജൻസ് ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേഹമാണ് അദ്ദേഹം. 14 വർഷത്തോളം CIA ചീഫായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷണൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. ഈ ജെയിംസ് ബോണ്ട് സിനിമയിൽ കാണിക്കുന്ന കണക്കുള്ള ധീരസാഹസിക പ്രവൃത്തികൾ ഇദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ എളുപ്പമാണോ അതോ അത് ഇല്ല? ഈ ജെയിംസ് ബോണ്ട് എന്നുള്ള ക്യാരക്ടർ അയൻ ഫ്ലെമിംഗ് ഇദ്ദേഹത്തെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയെങ്കിലും അതിൽ പറയുന്ന കഥകളൊക്കെ വളരെ അതിശയോക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ജെയിംസ് ബോണ്ട് ചെയ്യുന്ന പോലെ ആരും ഒരു പ്രവർത്തനത്തിന് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പക്ഷേ വേറെ പല കാര്യങ്ങളും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്ക് ചാരപ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് എഴുതിക്കുന്നത് ജോൺ ലെ കാറയാണ്. ജോൺ ലെ കാറയുടെ പുസ്തകങ്ങൾ വായിച്ചാൽ അത് ശരിക്കും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ പലപ്പോഴും ഇത്ര സാഹസികമായിട്ടൊന്നുമല്ല, വെറുതെ ഒരു മുറിയിൽ കുത്തിയിരുന്ന് കടലാസുകൾ നോക്കി ഓരോ കാര്യങ്ങൾ കൂട്ടിപ്പിടിച്ചാണ് നമ്മൾ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതുപോലെയല്ല. ജെയിംസ് ബോണ്ടും ലെക്കാറായിട്ടുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. ഈ ചാരപ്രവൃത്തിയിൽ രഹസ്യങ്ങൾ കൈമാറുന്ന ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതിന് കോഡുകളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിനിമകളിൽ പറയുന്നുണ്ട് സാധനം കയ്യിലുണ്ടോ എന്നൊക്കെയുള്ള കോഡൊക്കെ ചില സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രഹസ്യം കൈമാറുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ദൗത്യം. അതെ, അതിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. രഹസ്യം കൈമാറുന്നത് അത് നമ്മൾ വിദേശ രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ രഹസ്യം കൈമാറുന്നത് വളരെ സൂക്ഷ്മയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് പല ടെക്നിക്കുകളുണ്ട്, അത് ഞങ്ങളെ പഠിപ്പിക്കാറുമുണ്ട്. അതനുസരിച്ചാണ് ചെയ്യുക എന്നുള്ളത്. അതിന് പല മാർഗങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ മാറി. ഞാൻ പഠിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. അതൊക്കെ ഈ ടെക്നോളജി വന്നതോടുകൂടി അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. അത് കുറേ കൂടെ എളുപ്പമായോ അതോ എളുപ്പമായെന്ന് വേണം വിചാരിക്കാനായിട്ട്. ഞങ്ങളുടെ കാലത്ത് പലപ്പോഴും എല്ലാം കൈകൊണ്ടും
എല്ലാം എഴുതി പൊളിച്ച് അത് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ അത് കമ്പ്യൂട്ടർ വളരെ എളുപ്പത്തിൽ കോഡുകളുണ്ടല്ലേ? കോഡുകളുണ്ട്. പിന്നെ കോഡ് അത് പണ്ട് പോലെ യുദ്ധകാലത്തും കോഡുകളിലൂടെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് എന്തായിരുന്നു ഈ ഒരു ദിവസം? സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ 40 വർഷത്തിൽ 25 വർഷവും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ പ്രത്യേകിച്ച് റോയിലാണ് വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു വെല്ലുവിളി എന്തായിരുന്നു? അല്ല, ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെ. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശത്രുക്കളുടെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് പുറത്തു വിടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതലയും താല്പര്യവും. അപ്പോൾ അത് തമ്മിലുള്ളൊരു യുദ്ധമാണിത്. അത് ഏറ്റവും ബുദ്ധിപൂർവമായിട്ട് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മളും ആലോചിക്കുന്നു, അവരും ആലോചിക്കുന്നു. അതിലിപ്പം ടെക്നോളജി വന്ന് വളരെയധികം എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിന് രണ്ട് ആസ്പെക്റ്റാണല്ലോ. ഒന്ന് ഹ്യൂമൻ എന്ന് പറയാം, അതായത് നമ്മുടെ മനുഷ്യരെ കൊണ്ടുള്ള വ്യക്തിപരമായ കോൺടാക്റ്റിലൂടെ കിട്ടുന്ന ഇൻ്റലിജൻസ്. മറ്റേ ടെക്നിക്കൽ ഇൻ്റലിജൻസ്. ഞങ്ങളെപ്പോലുള്ള പഴയ ആൾക്കാർക്ക് ആ ഹ്യൂമൻ്റാണ് പ്രധാനം. അതായത് മനുഷ്യരെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി കുറേയൊക്കെ അവരുടെ കഴിവുകളും പിഴവുകളും മനസ്സിലാക്കി അതിൽ വാസം പറഞ്ഞ് മുതലെടുത്ത് രാജ്യത്തിന് വേണ്ടി അവരുടെ പിഴവുകൾ മുതലെടുത്തുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻ്റലിജൻസ് കളക്ഷൻ്റെ ഒരു ക്ലാസിക് പാറ്റേണായിട്ട് ഞങ്ങളൊക്കെ പഴയ ആൾക്കാർ കഴിയപ്പെടുന്നു. ഇപ്പോൾ ഈ ടെക്നോളജി വന്ന കാരണം അതിനൊന്നും വലിയ പ്രാധാന്യമില്ലെന്ന് തോന്നുന്നു. ഐഡന്റിറ്റി നമ്മൾ മറച്ചു വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? പലപ്പോഴും അത് മറക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്ത് പോയിട്ട് നമ്മൾ ആരാന്ന് പറഞ്ഞാൽ അത് ശരി പണി നടക്കത്തില്ലല്ലോ. പ്രത്യേകിച്ച് ഇത്തരം ഈ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അയൽ രാജ്യത്ത് വർക്ക് ചെയ്യുന്നത് വലിയ ചാലഞ്ചിങ് ആണ്. സാറ് ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടേക്ക് ജോലി എന്ന് പറയുന്നത് ശരിയായിരിക്കുന്നില്ല. പക്ഷേ ഞാൻ വിദേശകാര്യ വിദേശത്തുനിന്ന് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ആ ശാഖയിലാണ് ഞാൻ ജോലി ചെയ്തത്. അതുകൊണ്ട് പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു വലിയ ഒരു ത്രെട്ട് വന്നിട്ടുള്ള സന്ദർഭമുണ്ടോ? ലൈഫ് ത്രെട്ടോ അങ്ങനെ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ജോലിയിൽ പലപ്പോഴും അപകടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് പോകുന്നത്. അതൊരു ലൈഫ് ത്രെറ്റ് എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു വെളിയിലായിരിക്കുമ്പം ജീവിതത്തിന് ഉള്ള ത്രെറ്റെന്ന് മാത്രമല്ല, അല്ലാണ്ട് തന്നെയും വേറെ പല കുഴപ്പങ്ങളുണ്ടാകാം. ഒരു കുടുംബവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേടി എപ്പോഴും നമ്മുടെ ഉണ്ടാകും. പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ടോ പറയാവുന്ന? പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതെ, അത് നമ്മളെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഭയമുള്ള പ്രത്യേകിച്ച് RAW വർക്ക് ചെയ്തിട്ടുള്ളവർ പിൽക്കാലത്ത് അതിൻ്റെ പഴയകാല ചരിത്രം പറയാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ചീഫായിട്ട് ജോലിയുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം പറയാത്തത്. കണ്ടഹാറിൻ്റെ സമയത്തും സാർ അതിലുണ്ടായിരുന്നല്ലോ അല്ലേ? ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറി ജോലി ചെയ്യുന്ന കാലത്താണ് നടന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ പോയാൽ അത് എവിടെ വെച്ച് നിർത്തണം എന്ന് പറഞ്ഞത്. പക്ഷേ വലിയൊരു ചാലഞ്ചായിരുന്നു എന്ന് മാത്രം ഞാൻ പറയുകയാണ്. വളരെ നമ്മുടെ കരിയറിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ക്രൈസിസിലൊന്നായിരുന്നു. അതുപോലെ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം, ഇതേ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് അംബാനിക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. എനിക്കൊന്ന് മുകേഷ് അംബാനിക്ക്. അതിൻ്റെ കഥ എന്താണ്? ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാനൊരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഹോളിഡേക്ക് വേണ്ടി വേറൊരു രാജ്യത്ത് പോയി. അവിടെ ചെന്നിറങ്ങിയപ്പം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ രാജ്യത്ത് ഈ പോക്കറ്റടി വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ലോകത്തിലെ വലിയ കോടീശ്വരൻ്റെ മകനാണെങ്കിലും അവിടെ വന്നപ്പോഴത്തേക്കും പാസ്പോർട്ടും പോയി, കാശും പോയി, പോക്കറ്റ് അടിച്ചു പോയി. ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ബാങ്കും ഇല്ല. അത് ടെക്നോളജിയും ഇതൊന്നും ഇപ്പോഴത്തെ മാതിരിയൊന്നും ഇല്ലല്ലോ. ഇത് 10-40 കൊല്ലം ഞായറാഴ്ച ഇവിടെ ഒരു പൈസയിൽ പാസ്പോർട്ടും ഇല്ല. അപ്പോൾ ഞാൻ പോയൊരു ടെമ്പററി പാസ്പോർട്ടും കൊടുത്തു, $100 കൊടുത്തു. അത് നമ്മുടെ എംബസികളിലൊരു സംവിധാനമുണ്ട്. ഇങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ
ടെമ്പററി ആയിട്ട് ലോൺ കിട്ടുക. എൻ്റെ പൈസ അല്ല, ആ അത് കിട്ടുള്ളൂ. അങ്ങനെ കടം കൊടുത്ത ഒരു കഥയുണ്ട്. അത് അദ്ദേഹം അദ്ദേഹം പറ്റി പെട്ടെന്ന് തിരിച്ചു തരികയും ചെയ്തു. പിറ്റേ ദിവസം തിരിച്ചു തരും. അങ്ങനെ മുകേഷ് അംബാനിക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ട്. ഏത് അമ്പാനി ഞാൻ ഓർക്കുന്നില്ല, ഒരു ഇതിലൊരാൾ. ധീരുഭായ് അംബാനിയുടെ മകനായിരുന്നു. അതെ, 2 മക്കളൊരാൾ. അത് ശരി. സാർ 1968 ബാച്ചല്ലേ? 68 ബാച്ച്. അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആ ബാച്ചിൽപ്പെട്ട ആളല്ലേ? അജിത് ഡോവലും ഞാനും ബാച്ച്മേറ്റ്സ് ആണ്. ഇവിടെ കേരള കാഡർമേറ്റ്സ് ആയിരുന്നു. കേരള കാഡർമെന്റ്സ് ആയിരുന്നു. അജിത് ഡോവലുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു? വളരെ അടുത്ത സൗഹൃദം. ഞങ്ങളുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണല്ലോ. അപ്പം ബുദ്ധിമുട്ട് കൂടുമ്പോഴത്തേക്കും സൗഹൃദവും കൂടും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ, കേരളത്തിലേക്ക് വന്നുള്ളൂ. കേരളത്തിൽ അജിത് ഡോവലും തപേശ്വർ ശർമ്മയും ഞാനും. തപേശ്വർ ശർമ്മ DIG ആയിരിക്കുമ്പോൾ ഒരു അപകടത്തിൽ മരിച്ചുപോയി. ഓ അത് ശരി. അപ്പോൾ ആ ബാച്ചിൽ ഞങ്ങൾ 2 മാത്രമേ കേരള ബാച്ചിലുള്ളൂ. കേരളത്തിൽ അദ്ദേഹം തലശ്ശേരി ASP ആയിരുന്നു. ആദ്യം കോട്ടയം ASP ആയിരുന്നു. പക്ഷേ തലശ്ശേരി ലഹള ഉണ്ടായപ്പോഴത്തേക്കും കരുണാകരൻ സാർ അദ്ദേഹത്തെ സ്പെഷ്യലായിട്ട് അങ്ങോട്ട് അയച്ചു. വളരെ സമർത്ഥമായിട്ട് കൈകാര്യം, അങ്ങനെയാണ് പേരെടുത്തത്. തലശ്ശേരി ലഹള അടിച്ചമർത്തിയ അദ്ദേഹമാണെന്ന് പറയുന്നത് ശരിയാണോ? തലശ്ശേരി കൈകാര്യം ചെയ്ത് വളരെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്ത ആൾ. അതിനുവേണ്ടി തന്നെയാണ് കോട്ടയത്ത് നിന്ന് ആ ലഹള പൊട്ടി പുറപ്പെട്ടതിന് ശേഷമാണ് കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തെ തലശ്ശേരിക്ക് അയക്കുന്നത്. ASP ആയിരിക്കുമ്പോഴാണ്, SP പോലും അല്ല, ASP ആയിരിക്കും. അപ്പോൾ അന്ന് വളരെ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തു, ശക്തമായിട്ട് കൈകാര്യം ചെയ്തു. സാറ് കാണുന്ന പ്രത്യേകതകൾ എന്താണ്? വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്സ് എന്നുള്ളത് എനിക്ക് ഞാൻ പറയാം. അദ്ദേഹം ആദ്യം ഞങ്ങൾക്ക് 5 അടി 5 ഇഞ്ച് വേണം എന്നുള്ളതാണല്ലോ പോലീസിൽ. അത്രയുള്ള അദ്ദേഹം 5 അടി 5 പറ്റുള്ളൂ, വലിയ തടിയും എടുക്കുന്നതൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ ട്രെയിനിങ് കാലം പോലെ തന്നെ ബാക്കി എല്ലാവരുടെ ഒപ്പം അവർക്കെല്ലാം മെച്ചമായിട്ട് എല്ലാ കാര്യങ്ങളും, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യണമെന്നൊരു വാശി അദ്ദേഹത്തിന് അന്ന് തന്നെ കാണാമായിരുന്നു. അല്ല, അത് സംസാരിക്കുന്നതിന് ഒരു ചുണയിലാണ്. വളരെ വൈബ്രൻ്റ് ആണ്. എപ്പോഴും അവർക്ക് ചാടി ചാടി കയറി ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളായിരുന്നു. അത് ആണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇത്രയും വലിയ പദവിയിലെത്തി. അതെ, അതായത് റിട്ടയർ ചെയ്ത് ഞങ്ങളൊക്കെ വിശ്രമിക്കാൻ തുടങ്ങിയപ്പോഴും അങ്ങനെ വീണ്ടും വളരെ ആക്റ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോയി. എനിക്ക് തോന്നുന്നു സാറിൻ്റെ വിവാഹത്തിന് അദ്ദേഹം വന്നിരുന്നു. ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് തപേഷനും ഞങ്ങൾ ബാച്ച്മേറ്റ്സ് അല്ലേ, അവർ വരാതെ പിന്നെ ഇങ്ങനെ എൻ്റെ കല്യാണം നടക്കുക. അവരത് കേരളത്തിലുണ്ട് തന്നെ. ഓ അത് ശരി. ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ? ഇടയ്ക്ക് കാണും. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഈ RNW മെഡൽ കൊടുക്കുന്ന ഒരു സെറിമണി, ഇൻവെസ്റ്റിച്ചർ എന്ന് പറയും, പ്രധാനമന്ത്രി വരും. അപ്പോൾ ഞങ്ങളെ പഴയ ചീഫ്മാരൊക്കെ വിളിക്കും. കഴിഞ്ഞ മാസം പോയിരുന്നു, ഡോവലും വന്നിരുന്നു പ്രധാനമന്ത്രിയുടെ കൂടെ. ഈ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ജോലി ഇപ്പം നമ്മൾ എത്ര ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം പുറത്ത് പറയുമ്പോൾ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ജോലി എന്നേ പറയത്തുള്ളൂ. അത്രയും അതുകൊണ്ട് നമ്മുടെ അത്രയും ഒരു ഡെഡിക്കേഷൻ നാട് അറിയുന്നുണ്ടോ എന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ടോ? അത് പലരും അങ്ങനെ തോന്നാമല്ലോ ചെയ്യുന്ന ഹാർഡ് വർക്ക്. പക്ഷേ അത് നമ്മൾ കുറേ നാൾ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണത്. നമ്മൾ ചെയ്യുന്നത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു, നമ്മുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു. അത് നാട് എല്ലാവരും അറിയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് എല്ലാവർക്കും വരും. ഇപ്പോൾ റിട്ടയർ കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ കൂടി സംസാരിച്ച പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയവിറക്കി ഇങ്ങനെ പോകില്ലാതെ വേറെ മാർഗമില്ല. ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ പലരും വളരെ അതിസമർത്ഥമായ കാര്യങ്ങൾ. അത് IPS ഓഫീസേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്നതിൽ അതിൽ താഴെയുള്ളവരാണ്. അവരാണ് ഏറ്റവും മുമ്പോട്ട് പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ചിലരുടെ കഥകളൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മെഡലൊക്കെ കൊടുക്കും അവർക്ക്. പക്ഷേ അത് അവരുടെ കഥകളൊന്നും പുറത്ത് പറയാൻ സാധിക്കില്ല. ഇന്ത്യൻ ഈ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന RN കാവോയായിട്ട് സാറിന് അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ എടുത്തത്. അതെ, 1976 അദ്ദേഹമായിരുന്നു ചീഫ്. ശങ്കരൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രണ്ടാമൻ, മലയാളി, ഒറ്റപ്പാലംകാരൻ. അദ്ദേഹത്തിന് എന്നെ അറിയാമായിരുന്നു. അദ്ദേഹം വഴിയാണ് എനിക്ക് റെക്കമെൻഡേഷൻ ചെയ്ത അദ്ദേഹമാണ്. പക്ഷേ എൻ്റെ പേര് പറഞ്ഞപ്പോൾ മിസ്റ്റർ കാവിന് എന്നെ പേര് കൊണ്ട് അറിയാമായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന
കോട്ടയംകാരനെ കുര്യൻ ആണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരുന്നു, സിറ്റി പോലീസ് കമ്മീഷൻ. സിറ്റി പോലീസ് കമ്മീഷണർ 1976. ആണല്ലേ? അന്ന് ചിലർ എന്നോട് വന്ന് പറഞ്ഞ് രാത്രിയിൽ എന്തെങ്കിലും മരുന്ന് വേണമെങ്കിൽ ഒരു രക്ഷയില്ല, മെഡിക്കൽ ഷോപ്പെല്ലാം ക്ലോസ്ഡാണ്, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാം. അപ്പം ശരിക്കും പോലീസിൻ്റെ പണിയല്ല. അതെ. പക്ഷേ ഞാൻ മുൻകൈ എടുത്ത് ഞാൻ രാത്രി ഒരു മെഡിക്കൽ ഷോപ്പെങ്കിലും തുറന്നിരിക്കണമെന്നൊരു നിർദ്ദേശം വെച്ചു. അത് ഹിന്ദു നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് ആയതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു. അത് കാവ്സാർ കണ്ടു. കാവ്സാർ ശ്രദ്ധിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാൻ കാരണം ഈ പറഞ്ഞ രാത്രിയിൽ അസുഖം കൂടിയപ്പം മരുന്ന് കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഓഫീസർ ചെയ്തു. കാരണം എൻ്റെ പേര് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൂടെ എന്നെ എടുക്കാൻ കാരണമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ എക്സ്പീരിയൻസ് അല്ല? വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു വലിയ ജീനിയസ് ആയിട്ടുള്ളൊരു, അദ്ദേഹം ഒരു ഞങ്ങളുടെ ഇതിലൊരു ചരിത്രമാണ്, ചരിത്ര പുരുഷനാണല്ലോ അദ്ദേഹം. പുസ്തകം പരിഭാഷപ്പെടുത്തണമെന്നുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? ഈ പുസ്തകം ഞാൻ പരിഭാഷപ്പെടുത്തുവാൻ കാരണമായത് ഇഗ്നാസിയോ സിലോണയുടെ വിധവയായിരുന്ന ദരീന സിലോണയെ ഞാൻ പരിചയപ്പെടാനിടയായി. ഇറ്റലിയിൽ വെച്ചിട്ട് പരിചയപ്പെടുത്തിയത് നമ്മുടെ നാട്ടുകാരിയായ തലശ്ശേരിക്കാരിയായ പ്രഭാ ലക്ഷ്മണൻ. അക്കാലത്ത് റോമിലെ എയർ ഇന്ത്യ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. പ്രഭയുടെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു ദരീന. അപ്പം അങ്ങനെയാണ് ഞാൻ ദരീന സിലോണയെ പരിചയപ്പെടുന്നത്. അപ്പോഴേക്കും ഇഗ്നാസിയോ സിലോണെ 1978 മരിച്ചു. 1982-83 കാലഘട്ടത്തിലാണ് ഞാൻ ദരീനെ പരിചയപ്പെടുന്നത്. എന്നെക്കാളും വളരെയധികം പ്രായ കൂടുതലുണ്ടെങ്കിലും ഞങ്ങളൊരു സുഹൃത്തുക്കളായിരുന്നു. ദരീന എന്ന് തന്നെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അവർ തന്നിരുന്നു. അവരാണ് പറഞ്ഞത്, വസ്ത്രം പറഞ്ഞ അവരാണ് പറഞ്ഞത്, എന്തോ വൈ ഡോണ്ട് യു ട്രാൻസ്ലേറ്റ് ദിസ് ഇൻ മലയാളം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു കടലാസിൽ അതിനുള്ള ഇത് എഴുതി തരികയും ചെയ്തു, സോ ആൻഡ് സോ ഇസ് പെർമിറ്റഡ്. അപ്പോൾ അത് 1985-ലാണ്. 2025-ലാണ് ഞാൻ ആ പ്രവർത്തനം പൂർത്തിയാക്കിയത്. 40 കൊല്ലം കഴിഞ്ഞു. അപ്പോഴേക്കും 2003 ദരീന സിലോണ മരിച്ചു. 2022 പ്രഭാ ലക്ഷ്മണൻ മരിച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് പുസ്തകം പൂർത്തിയാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പുസ്തകം അവർക്ക് വേണ്ടിയാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഫാഷിസത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ഫാഷിസത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് അത്. കൂടുതൽ വായിച്ചതോടുകൂടി അതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ വളരെ കൂലങ്കഷമായിട്ട് ഓരോ വാക്കും പഠിക്കേണ്ടി വരുമല്ലോ. അപ്പോഴാണ് ആ പുസ്തകത്തിൻ്റെ സാങ്കത്യവും പ്രാധാന്യവും എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രങ്ങളിലും വളരെ റെലവൻ്റായിട്ടുള്ള ഒരു തീമാണ് അതിൻ്റെ എന്നുള്ളത് മനസ്സിലായത്. അത് കഴിയുന്നതും വിശ്വസ്തയോടെ മലയാളത്തിലേക്ക് ഞാൻ പരിഭാഷപ്പെടുത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹം ഒറിജിനലായിട്ട് എഴുതിയത് ഇറ്റാലിയൻ ഭാഷയിലാണ്. പക്ഷേ ആദ്യം പബ്ലിഷ് ചെയ്തത് ജർമ്മൻ ഭാഷയിലാണ്. പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ പരിഭാഷപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ അവതാരികയെ തന്നെ ഇഗ്നാസിയോ സിലോണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്രാമത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇത് എഴുതിയത്. അത് തെക്കൻ ഇറ്റലിയിലെ ഒരു വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിലെ ആൾക്കാർ പറയുന്ന ഭാഷ ഇറ്റാലിയൻ പോലുമല്ല, അതിൻ്റെ ഒരു ഡയലക്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ഭാഷയിലല്ല എഴുതുന്നത്, ഞാൻ ഇറ്റാലിയനിലാണ്, ഞാൻ സ്കൂളിൽ പഠിച്ച ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയിൽ നിന്ന് ജർമ്മനിലേക്കും ഇംഗ്ലീഷിലേക്കെല്ലാം മാറ്റി ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് കഴിയുന്നതും ഏറ്റവും സിമ്പിളായിട്ടുള്ള മലയാളം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഭാഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇഗ്നാസിയോ എന്നുള്ള പേര് തന്നെ ഈനാശു എന്നാക്കിയത് ഞാൻ ആലോചിച്ചു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു, പക്ഷേ പിന്നീട് പാർട്ടി വിട്ടു. അതേസമയം അദ്ദേഹം ഒരു CIA ചാരനാണോ എന്നും സംശയം പറയുന്നു. അതാണ് കൂടുതലും ഞാൻ ഈ ബുക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതോടുകൂടി വളരെ രസകരമായ വിചിത്രമായ കഥകൾ ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം ആദ്യം സോഷ്യലിസ്റ്റ് പാർട്ടി ചേർന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ 1922 ഒരു സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ അപ്പോഴാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ
ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം 1922. പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ ഉയർന്നു വന്നു. അന്നത്തെ ഏറ്റവും വലിയ ലീഡർ ഇറ്റാലിയൻ പാർട്ടി ലീഡറായിരുന്ന തോഗ്ലിയാത്തിയുടെ കൂടെ മോസ്കോയിൽ പോയി. 23 അവർ മോസ്കോ പോയി, തിരിച്ചു വന്നു. പക്ഷേ മോസ്കോയിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. അതിനിടയ്ക്ക് സ്പെയിനിൽ പോയെന്ന് പ്രിമോദി റിവേറയുടെ ഡിക്റ്റേറ്റർഷിപ്പിനെതിരെയുള്ള സമരം നടക്കുന്ന കാലമാണ്. അവിടെ പോയി ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ഒന്നാം ക്ലാസ് കമ്പനിയായിരുന്നു ജയിലിൽ എന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള ഒരു ഡോക്ടറുമായിട്ട്, ലേഡി ഡോക്ടറുമായിട്ട് ഒരു പ്ലാറ്റോണിക് ലവ്, ഒരു കന്യാസ്ത്രീയായിട്ട് ഒരു കന്യാസ്ത്രീയായിട്ടൊരു പ്ലേറ്റോണിക് ലവ്. അവരാണ് അവരെ അവസാനം ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. തിരിച്ച് ഇവിടെ വന്ന് രണ്ടാമത്തെ പ്രാവശ്യം മോസ്കോയിൽ പോയി. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് തിരിയുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടാണ് അദ്ദേഹം പാർട്ടി വിടുന്നത്. അദ്ദേഹം ട്രോട്സ്കി ഈ പുസ്തകത്തിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ട്രോട്സ്കി അദ്ദേഹം വളരെ വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു. ഇഗ്നാസിയോ സിലോണയും ട്രോട്സ്കിയും അടുത്ത ഫ്രണ്ട്സായിരുന്നു. ട്രോട്സ്കിയെ കുറിച്ച് ബുക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു എഴുതിയിട്ടുണ്ട്. അദ്ദേഹം CIA ചാരനാണെന്നുള്ള സംശയം ഉണ്ടല്ലേ? അതിൻ്റെ കഥ ഞാൻ പറയാം. അതായത് അദ്ദേഹം ഇത് കഴിഞ്ഞ് ഫാഷിസത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറ്റലിയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. സ്വിറ്റ്സർലൻഡിൽ ഡാവോസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒളിച്ച് താമസിക്കുന്നത്. ഡാവോസ് ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. ഉമ്മൻചാണ്ടി വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ എല്ലാ വർഷവും നടക്കുന്നത്. ഈ ജനുവരി മാസത്തിലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിക്ക് അവിടെ വെച്ചൊരു പരിക്കേറ്റ ഉമ്മൻചാണ്ടി അവിടെ പോയി, അവിടെ ഈ ഒന്നാമത് മലമുകളിലാണ് സ്ഥലം. ജനുവരി മാസത്തിലാണ് നടക്കുന്നത്. ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലം. എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം. അത് അവിടെ തന്നെ വീഴുകയും കാലൊടിയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഡാവോസിൽ ആണ് താമസിച്ചത്. അന്ന് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ആ കാലത്ത് ഒന്നെങ്കിൽ ജർമ്മനിയിൽ നിന്ന്, നാസിസ്റ്റ് ജർമ്മനിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഓടി വന്ന് അവിടെ താമസിച്ചിരുന്നു. നാസിസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഫാഷിസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും. അതിൽ വളരെ പ്രശസ്തരായ ആൾക്കാർ, തോമസ് മാൻ, കാൾ യുങ്, ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അത് സൂറിക്കിൽ ഇടയ്ക്ക് അദ്ദേഹം സൂറിക്കിൽ പോയത്, സ്വിറ്റ്സർലൻഡിൽ തന്നെ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ടെന്നു. സൂറിക്കിൽ ഒപ്രക്റ്റ് ദമ്പതികൾ എന്ന് പറഞ്ഞൊരു എമിൽ എങ്ങനെയുണ്ട്, അവിടെ ഒരു ഫേമസ് ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ വെച്ചാണ് ഇവരെല്ലാം കൂടിയിരുന്നത്. ലോകത്തിലെ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പകുതിയിലെ ഏറ്റവും വലിയ ചിന്തകരും അവരെല്ലാം ഒരുമിച്ച് ഒരു പുസ്തകശാലയിൽ കൂടിയാണ് ഫ്രണ്ട്സായത്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിരുന്നത്. അക്കാലത്ത് ഈ പറഞ്ഞ മാതിരി ഈ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്ന കാലത്തും അതിനു മുമ്പായിട്ടും ഈ ഇറ്റലിയിൽ പ്രത്യേകിച്ചും ജർമ്മനിയിലുണ്ടായിരുന്നു. ഇറ്റാലിയൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു സംഘം പ്രവർത്തിച്ചിരുന്നു. പർത്തിജിയാനോസ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ ഇറ്റാലിയൻ ഹിസ്റ്ററിയുടെ പർത്തിജിയാനോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹീറോയിക് ഇതായിട്ടുള്ള ഇതാണ്. അതിനെക്കുറിച്ച് പല പാട്ടുകളുണ്ട്, ബെല്ലച്ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പർത്തിജിയാനോസിന് വേണ്ടി ജോലി ചെയ്തിരുന്നു ഇവിടെ സ്വിറ്റ്സർലൻഡിൽ, അവരുടെ പബ്ലിസിറ്റിക്കൊക്കെ ആയിട്ട്. അങ്ങനെയാണ് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി താല്പര്യമുണ്ടായ ഇറ്റലിയിൽ. ഇറ്റലിയും ജർമ്മനിയും രണ്ട് വശത്തായിരുന്നല്ലോ. അപ്പോൾ അക്കാലത്ത് ഇദ്ദേഹം അലൻ ഡള്ളസ്, പിന്നീട് CIA ചീഫായ അലൻ ഡള്ളസ് സ്വിറ്റ്സർലൻഡിൽ CIA തുടങ്ങുന്നതിന് മുമ്പാണ് ഓർഗനൈസേഷൻ ഫോർ സ്ട്രാറ്റജിക് സർവീസസ് അതിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രഹസ്യങ്ങൾ കൈമാറിയിട്ടുണ്ടാകാം അല്ലേ? ഉണ്ടാകും. പക്ഷേ അതിനെക്കുറിച്ചും ഇഗ്നാസിയോസിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിലിറ്ററി രഹസ്യമൊന്നും കൈമാറിയിട്ടില്ല. എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, എൻ്റെ ആൾക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും അവരുമായിട്ട് തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ മിലിറ്ററി രഹസ്യങ്ങൾ
കൈകാര്യം ചെയ്യാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. പിന്നീട് കേരള പോലീസിൻ്റെ മേധാവിയായി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ടെന്യൂർ? കേരള കേഡറുമാണല്ലോ. ഞാൻ കേരള കാഡറിൽ 15 വർഷം വർക്ക് ചെയ്തു. 15 വർഷം. ആദ്യം ASP ആയിട്ട്, SP ആയിട്ട് 3-4 ജില്ലകളിൽ ജോലി ചെയ്തു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്തു. പിന്നെ ഞാൻ ഡെപ്യൂട്ടേഷനിൽ പോയി, കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോയി. 12 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മടങ്ങി വരുന്നത്. അല്ല, 9 വർഷം കഴിഞ്ഞിട്ടാണ്. 85 മടങ്ങി വന്നു. പിന്നെ മധ്യമേഖല DIG ആയി, ഉത്തരമേഖല DIG ആയി, വീണ്ടും മധ്യമേഖല DIG ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കേന്ദ്രത്തിലേക്ക് പോയി. കേന്ദ്രത്തിലേക്ക് പിന്നെ 12 വർഷം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നത്. ആദ്യം ഒരു മാസം അഡീഷണൽ DG ജയിലിൻ്റെ ഇൻചാർജായിട്ട് ഇത് ചെയ്തു. പിന്നെ ഇൻ്റലിജൻസ് ചീഫായി, പിന്നെ വിജിലൻസ് ചീഫായി, പിന്നെ പോലീസ് ചീഫായി. അങ്ങനെയാണ് എൻ്റെ കരിയറുള്ളത്. അപ്പം കേരളത്തിൽ പല വിധത്തിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഫീൽഡിൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ. ഈ ലാൻഡ് ഓർഡർ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ വിജിലൻസ് ചീഫൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. സാറിന് അറിയപ്പെടുന്ന 2 രീതിയിലാണ്. ഒന്ന്, സാറിൻ്റെ വൈഡ് കോണ്ടാക്ട്സ്, ഇപ്പം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വർക്ക് ചെയ്ത കാലത്തുള്ളത്. മറിച്ച് ആസ് എ ജെൻറ്റിൽമാൻ ഓഫീസർ, അത് സാറിൻ്റെ ഒരു ആൾക്കാരോടുള്ള ഇടപെടൽ, പെരുമാറ്റം, ഇതൊക്കെ എപ്പോഴും സാറിനെ കുറിച്ച് ഏത് ഇപ്പോൾ ഉള്ള സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് ചോദിച്ചാലും പറയും. പക്ഷേ പോലീസിന് ഇന്ന് നഷ്ടമാകുന്നത് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമല്ലേ? അത് പൊതുവേ നമുക്കത് പറയാൻ സാധിക്കില്ല. നമ്മുടെ ഈ വാസ്തവം പറഞ്ഞാൽ ഞങ്ങളുടെ പോലീസ് അക്കാദമി പഠിപ്പിക്കുന്നതും, അത് മിലിറ്ററി അക്കാദമിയാണെങ്കിൽ പോലീസ് അക്കാദമിയാണ്, ഹിമ്മത്ത് ബെഗമാൻ ഓഫീസർ ആൻഡ് എ ജെൻറ്റിൽമെനാണ്. അതാണ് ആ ടേം. ഓഫീസർ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, an officer and a gentleman. അത് ഏറ്റവും പ്രധാനമാണ്. ഓഫീസർ ഹാസ് ടു ബി എ ജെൻറ്റിൽമാൻ. അതാണ് ആ ട്രെയിനിങ് മുഴുവൻ. അതിൽ ഈ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലിയിൽ പോലീസുകാരും പട്ടാളത്തിലായാലും എൻഫോഴ്സ്മെൻറ്റാണ്. എൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജെൻറ്റിലായിരുന്നാൽ പറ്റുന്ന കാര്യമല്ലത്. ചിലപ്പോൾ നമ്മൾ കുറച്ച് പരിക്കലാണ്. അതിൻ്റെ ബാലൻസിങ്ങിലാണ് പലർക്കും ഇത് വരുന്നത്. ചിലർ ത്രൂ ഔട്ട് പരിക്കനായി കഴിഞ്ഞാൽ ഫേമസ് ആകും, മിന്നൽ പരമേശ്വരനൊക്കെ പറഞ്ഞു ഇങ്ങനെ പല പേരുകളിലുമൊക്കെ അറിയപ്പെടും എന്നുള്ള ഇങ്ങനെ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ വരാറുണ്ട്. അതിലാണ് പ്രശ്നം പറ്റുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പോലീസിൻ്റെ അട്രോസിറ്റീസ്, അതിക്രമങ്ങൾ വളരെ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ പോലും തടിക്കുന്നതൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സംഭവങ്ങൾ പുറത്തു വരുന്നു, പഴയ കാര്യങ്ങൾ. അങ്ങനെ അത് അത്ര നല്ലതാണോ? ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പോലീസിൻ്റെ ജോലിയാണോ? അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല. അതിപ്പോൾ മാത്രമല്ല, എല്ലാ കാലത്തും കുറേ പേരിങ്ങനെ പോലീസിന് ചീത്തപ്പേര് വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരെ വേണ്ട പോലെ കൈകാര്യം ചെയ്യണം, മര്യാദ പഠിപ്പിക്കണം. അല്ല, ഇതിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ കർശനമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അതിപ്പോൾ ലീഡർഷിപ്പ് അത് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിപ്പോൾ എൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷേ അവരെ അപ്പം തന്നെ ഒരു പാഠം പഠിപ്പിക്കും, അത് നാട്ടുകാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ പെരുമാറുന്നവർ ഞങ്ങൾ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അതെപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞങ്ങളുടെ യൂണിഫോം സർവീസിൽ എപ്പോഴുള്ളൊരു പ്രശ്നമാണത്. കുറേ പേര് ചീത്തപ്പേര് കൊണ്ടുവരാൻ ശ്രമിക്കും. അവരെ മര്യാദ പഠിപ്പിക്കണം. സാറ് ദീർഘകാലത്തെ ഈ സർവീസിൽ ഒരുപാട് പൊളിറ്റീഷ്യൻസ്, പ്രധാനമന്ത്രി തൊട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ കേരളത്തിലാണെങ്കിൽ പലരുമായിട്ടും അടുത്തിടപഴകിയിട്ടുണ്ട്. എപ്പോഴും മനസ്സിലൊരു മാർക്ക് പതിപ്പിച്ച പേരെടുത്ത് പറയാവുന്ന ആൾക്കാരുണ്ടാകും. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പലയിടത്തും രാഷ്ട്രീയക്കാരെ കുറ്റം പറയുള്ളൂ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പം അവരുടെ ഒരു ക്വാളിറ്റി വേറെയാണ് പറയാതിരിക്കുന്നത്. ഞാനിപ്പം UDFൻ്റെയും LDFൻ്റെയും കൂടെ എല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. കരുണാകരൻ സാറിനോട് ജോലി ചെയ്തിട്ടുണ്ട്, നാനാർ സാറിനോട് ജോലി ചെയ്തിട്ടുണ്ട്, AK ആനന്ദ സാറിനോട് ജോലി ചെയ്തിട്ടുണ്ട്. അവരെന്ത് മാന്യന്മാരായിരുന്നു. അവരെ ഓരോ കാര്യങ്ങൾ, വേണ്ടാത്തൊരു കാര്യം ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാൻ വളരെ ധൈര്യമായിട്ട് പറയാം. ഈ 3 പേരുടെ പേര് ഞാൻ പറഞ്ഞു, ഒരു 3 പേരും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അത് വസ്തു പറഞ്ഞാൽ നമ്മുടെ ലീഡർഷിപ്പിന് വി ആർ ലക്കി ഇൻ കേരള. ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി ആരാണെന്ന് പറയാൻ പറ്റും ഇവിടെയോ? അല്ല, ഇവരെല്ലാം ആഭ്യന്തരമന്ത്രിമാരായിരുന്നല്ലോ. അതിൽ ഏറ്റവും ഷൂഡ് കരുണാകരനായിരുന്നു. അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിരിക്കും. ഇത് ഈ നമ്മൾ കാര്യങ്ങൾ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അതിന് വേണ്ടി ഓഫീസേഴ്സിന് ബാക്ക് ചെയ്യാന്നുള്ളതാണല്ലോ ഷൂട്ട്നെസ് എന്നുള്ളത്. അത് കരുണാകരൻ സാറിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു അതിന്. അതായത് ആരോട് വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്ന കേരളത്തിൻ്റെ പോലീസിലെ ഒരു
ഒരു വഴി ദിശമാറ്റം വന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു. പോസിറ്റീവായിട്ട് പോസിറ്റീവ് എന്ന് തന്നെ പറയാം. പക്ഷേ അതേ സമയത്ത് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നെഗറ്റീവുള്ളത് ഞാൻ പറയാൻ തന്നുള്ളത്. അദ്ദേഹം നേരിട്ട് എല്ലാ ലെവലിലും ഓഫീസേഴ്സായിട്ട് കാര്യം ചെയ്തു. പക്ഷേ ഞങ്ങളുടെ പോലീസിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് മുഖ്യമന്ത്രി DGPക്ക് ഉത്തരവ് കൊടുക്കുന്നു, DGP ബാക്കിയുള്ളവർ ഉത്തരവ് കൊടുക്കുന്നു. ത്രൂ ദ സിസ്റ്റം. അതെ, അത് അദ്ദേഹത്തിൻ്റെ കാലത്തൊരു അല്പം മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം നേരിട്ട് എല്ലാ ലെവലിലുള്ള ഓഫീസേഴ്സുമായിട്ട് പേര് വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ SP ആയിരിക്കുമ്പോൾ എന്നെ വിളിച്ച് പറയുമായിരുന്നു, കാര്യം പറയായിരുന്നു. അതിനുമ്പോൾ ഗോപാലൻ സാർ IG ആയിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വഴി മാത്രമേ മുഖ്യമന്ത്രി വിളിച്ചെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് പറയണം, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അങ്ങനെ അതാണ് ഞങ്ങളുടെ ഡിസിപ്ലിൻ ശരിക്കും. അത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ അടുപ്പം കൊച്ച് ചില ഉദ്യോഗസ്ഥന്മാർ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് സാറ് കർണാടകത്തിൽ ഗവർണറുടെ അഡ്വൈസറായിട്ടും വർക്ക് ചെയ്യില്ലായിരുന്നു കുറച്ച് ആൾ. ആ ടെന്യൂർ എങ്ങനെ ആയിരുന്നു അത്? ഈ ഗവർണറുടെ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കാലത്താണ്. അത് വാസ്തവം പറഞ്ഞാൽ അപ്പം മന്ത്രിമാരാരുമില്ല, മന്ത്രിമാരുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ ആ പടം 36 ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് 12 ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് ഞങ്ങൾ 3 അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഹോം, റവന്യൂ ഉൾപ്പെടെ 12 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. 36 മന്ത്രിമാർ കയറി ഞങ്ങൾ 3 പേരെ കൈകാര്യം ചെയ്തു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിൽ കുറേ കാര്യങ്ങൾ നല്ലോണം നടത്തിക്കൊണ്ട് സാധിച്ചു എന്നുള്ള വിശ്വാസമാണ്. TJ ജോർജ് എന്ന പ്രശസ്തനായ അദ്ദേഹം അന്ന് ഡെക്കൻ ഹെറൽഡിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഡെക്കൻ ഹെറൽഡ് എഴുതി, കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഭരണം ഈ രാഷ്ട്രപതി ഭരണമാണ്, ഈ 6 മാസം രാഷ്ട്രപതി. അത് വലിയൊരു കോംപ്ലിമെൻ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. സാറിനെ കുറിച്ച് പറയുമ്പം പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും പറയാറുണ്ട് ദ സ്പൈ ടേൺഡ് ഫാർമർ. ഇപ്പം ശരിക്കും കർഷക വൃത്തിയിലാണോ? അത് ഞാനിപ്പോൾ 10 വർഷം ആയി നാട്ടിൽ തിരിച്ച് വന്നിട്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഈ ജോലിയും കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ബാംഗ്ലൂരിൽ തന്നെ താമസിച്ചു. പിന്നീട് മടങ്ങി എൻ്റെ ഗ്രാമത്തിൽ തന്നെ വന്നു. എൻ്റെ തറവാട് വീടിനടുത്ത് തന്നെ ഞാനൊരു വീട് വെച്ചു, താമസം തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഒരു കാർഷിക കുടുംബമാണ് ശരിക്ക്. അത് പറഞ്ഞാൽ സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദീർഘമായ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത് ഞാനാണ്. അപ്പോൾ തിരിച്ച് കാർഷിക വൃത്തിയിൽ തന്നെ ഞാൻ മടങ്ങിയെത്തി. സഹോദരങ്ങൾ എത്ര? ഞങ്ങൾ 8 ബ്രദേഴ്സും 4 സിസ്റ്റേഴ്സുമാണ്. അതിൽ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമാതിരി അവരുടെ ഗൈഡൻസാണ്, മൂത്തവരുടെ ഗൈഡൻസാണ് എനിക്ക് വളരെ ഇതായിട്ടുള്ള വളരെ സഹായകരമായി തീർന്നത്. അവരുടെ പല വിധത്തിലുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ പ്രായ വ്യത്യാസമുള്ള കാരണം എൻ്റെ അച്ഛൻ 1959 മരിച്ചു, 56 വയസ്സുള്ളപ്പോൾ. അത് കഴിഞ്ഞ് അമ്മയും ഈ മൂത്ത സഹോദരന്മാരുമാണ് കൂടുതൽ. എനിക്ക് 13 ദിവസമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു. അങ്ങനെ അവരുടെ ഗൈഡൻസ് വളരെ പ്രധാനം. അവരെല്ലാവരിലേക്ക് പോകാനുള്ളൊരു പ്രേരണ എങ്ങനെയായിരുന്നു? എന്തോ സിവിൽ സർവീസ് അല്ല, പ്രത്യേകിച്ച് പോലീസിലേക്ക് അതിനെന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഒരു പ്രേരണ? വാസ്തവം പറഞ്ഞാൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് മദ്രാസിലെ ലോയല കോളേജിലാണ് പ്രീ യൂണിവേഴ്സിറ്റിയും BA ചെയ്തത്. അത് കഴിഞ്ഞ് MA മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പോയി. അപ്പോൾ ഈ ലോയല കോളേജിൽ പോയി ചേർന്നപ്പോഴാണ് ഈ സിവിൽ സർവീസിൻ്റെ അതിനെക്കുറിച്ച് കേൾക്കുന്നത്. ഇവിടെ വെച്ച് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു അതിനെക്കുറിച്ച്. അവിടെ ഈ പറഞ്ഞ മാതിരി എല്ലാ വർഷവും ഈ സിവിൽ സർവീസ് എക്സാമിൽ 10-12 പേർക്ക് IAS IPS എല്ലാം കിട്ടും. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ഈ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ BA ചെയ്തു. അതിനൊരു കഥയുണ്ട്. അന്നൊക്കെ ഈ ഒന്നെങ്കിൽ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയറാണെന്നുള്ളതാണ്, വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡോക്ടറാകണ്ട, ഈ രാത്രിയിലൊക്കെ ജോലി ചെയ്യാൻ പോകേണ്ടത് ചെയ്തിട്ട് അല്ലെങ്കിൽ പോലീസുകാരനായി, അത് വേറെ കാര്യം. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്സിലൊന്നും വലിയ പഠിക്കുമായിരുന്നു, പക്ഷേ മാത്സിൽ എനിക്ക് ഏറ്റവും താല്പര്യം കുറഞ്ഞൊരു സബ്ജക്റ്റായിരുന്നു. എന്നാലും എഞ്ചിനീയറിങ് പോകാനായിട്ട് അവിടെ മദ്രാസിൽ പോയി പ്രീ യൂണിവേഴ്സിറ്റിക്ക് ഫസ്റ്റ് ഡിവിഷൻ എടുത്തു. വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ, ട്രിഗ്നോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാത്ത സബ്ജക്ട്സൊക്കെ. എന്നിട്ട് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അങ്ങനെ അപ്പോൾ പക്ഷേ എഞ്ചിനീയറിങ്ങിന് എന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ ആര് പറഞ്ഞിങ്ങനെ BSc ഫിസിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിന് പോകാം എന്ന് പറഞ്ഞാൽ അവിടെ BSc ഫിസിക്സിന് ചേർന്നു. അത് കഴിഞ്ഞ്
ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായത് ഫിസിക്സ് നമുക്ക് ചേർത്തില്ല. ശരി. അപ്പോൾ ഞങ്ങളുടെ ഫിസിക്സ് പ്രൊഫസർ CC ഔസേപ്പ് എന്ന് പറഞ്ഞ മലയാളിയാണ്, പ്രഗത്ഭനായ ഒരു അദ്ദേഹം പറഞ്ഞത് തരായത് തനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം പ്രിൻസിപ്പളിനെ പോയി കാണാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ എന്നെ എക്കണോമിക്സിലേക്ക് മാറ്റി. പ്രിൻസിപ്പൾ വളരെ സെക്യൂർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് മാറാൻ അനുവാദം തന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പോയി MA ചെയ്തു. പ്രൊഫസർ CT കുര്യൻ്റെ കീഴിലാണ് ഞാൻ അവിടെ MA ചെയ്തത്. അതിനുശേഷം ഞാൻ അപ്പോഴേക്കും ഫാദർ സെക്യൂർ ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വേണ്ടി ഒരു കോഴ്സ് തുടങ്ങിയിരുന്നു ഇവിടെ കാത്തലിക് സെൻറ്ററിൽ. അതിൻ്റെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ. ഫാദർ സെക്യൂറാണ് എനിക്ക് അവസാനം പറഞ്ഞ ഈ സർവീസ് ചേരാനായിട്ടുള്ള ഗൈഡൻസ് തന്ന് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് കയറിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ സർവീസിലിരിക്കുമ്പോൾ ഈ രഹസ്യങ്ങളാണല്ലോ ഈ ക്യാബിനറ്റ് സെക്രട്ടറി 25 വർഷത്തോളം ജോലി ചെയ്യുമ്പം രഹസ്യങ്ങളുടെ ശേഖരണവും അത് രാജ്യത്തിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ചിന്തയാണല്ലോ. ഈ രഹസ്യങ്ങൾ മനസ്സിലിരുന്ന് വീർപ്പ് മുട്ടിയിട്ടുണ്ടോ? ആരോട് പറയാനും പറ്റും. അല്ല, അതിപ്പം അറിയാവുന്ന രഹസ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അത് വലിയ രഹസ്യങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതിപ്പോൾ നമ്മൾ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ കാണുമ്പോൾ സംസാരിക്കാന്നല്ലാതെ പുറത്ത് പറയാറില്ല. വീട്ടിലും പറയാറില്ല. വീട്ടിൽ പറഞ്ഞിട്ടിപ്പം ഫാമിലിക്ക് പലതും അറിയാം. നമുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, ഫാമിലി കൂടെയുണ്ട്. പലപ്പോഴും നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇതിൽ ഫാമിലിയുടെ സഹായത്തോടുകൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അവരൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഈയിടെ ഒരു ബുക്ക് വന്നിട്ടുണ്ട്, വിമൻ ഇൻ എസ്പാനാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഫാമിലി എത്ര പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർക്കും കുറേയൊക്കെ അറിയാം. ഇവിടെ അറിയാം. അഡ്വൈസ് ചോദിച്ചിട്ടുണ്ടോ? എന്താ ചർച്ച ചെയ്യുമ്പോൾ അഡ്വൈസ് ചോദിക്കൂ? തീർച്ചയായിട്ടും അവർക്കും അവരുടെ അഭിപ്രായങ്ങളും ചോദിക്കാറുണ്ട്. സാറിൻ്റെ ഭാര്യയുടെ പേര് മോളി. കുട്ടികൾ 2 പേർ. 2 കുട്ടികൾ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തയാൾ ജനീവയിൽ ഒരു സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ ഡയലോഗ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്. ഔസേപ്പ് എന്നാണ് ഞങ്ങൾ അപ്പം എന്നാണ് വിളിക്കുന്നത്. ഔസേപ്പിൻ്റെ ഭാര്യ അദിത്യയാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ മാത്യു ദുബായിൽ KPMG ജോലി. അതെ, ഭാര്യയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടിയുണ്ടായി പിന്നെ നിർത്തി. ഈ പുസ്തകത്തിലെ അവതാരിക വളരെ ദീർഘമായിട്ടാണെങ്കിലും വളരെ ലളിതമായ മലയാളമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലിറ്ററേച്ചറിനോടൊരു വലിയ ആഭിമുഖ്യം പണ്ടേ ഉണ്ടോ? ഞാൻ പഠിക്കുന്ന കാലം പോലെ എനിക്ക് വാസ്തവം പറഞ്ഞാൽ മലയാളത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു മലയാളത്തിൻ്റെ ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. വാസ്തവം പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച്, ഞങ്ങളൊരു പഞ്ചായത്ത് ലൈബ്രറി ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ അടുത്ത് തന്നെ. അവിടെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ കൃതികൾ മലയാളത്തിൽ വായിച്ചിട്ടുണ്ട്. അന്ന് എനിക്കൊന്ന് നമ്മുടെ സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ ഇന്നലെ അവിടെ പോയപ്പോൾ SPCSൻ്റെ ഷോപ്പിൽ ഞാനൊരു പുസ്തകം വാങ്ങിച്ചു ആ പഴയ ഓർമ്മയ്ക്ക് വേണ്ടി. അത് മോപ്പസാങ് തുടങ്ങി എല്ലാവരുടെയും, ലിയോ ടോൾസ്റ്റോയ്, എല്ലാവരുടെയും ഞാൻ മലയാളത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനിക്ക് ഞാൻ മലയാളത്തിൽ സ്കൂളിലും കോളേജിലും, ലോള കോളേജിൽ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്യു സാറായിരുന്നു, പൗലോ സാറും മാത്യു സാറൊക്കെ എല്ലാം മലയാളം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. മഹത്തായ ജീവിത അനുഭവങ്ങളാണല്ലോ ഉള്ളത്. എന്തുകൊണ്ടാണ് ആത്മകഥ എഴുതാത്തത്? ആത്മകഥ എഴുതാത്തതിന് പ്രധാന പ്രശ്നം ഇതാണ്, ഈ 25 കൊല്ലം ത്തുള്ള ജീവിതകാലത്തെക്കുറിച്ചൊന്നും എഴുതാൻ പറ്റില്ല. 25 വർഷത്തെക്കുറിച്ച് മിണ്ടാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും അതാണ് വായിക്കേണ്ടത്. അത് മിസ്റ്റർ ശങ്കരൻ നായർ, അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എഴുതി. അദ്ദേഹം നല്ല ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു. അദ്ദേഹം എഴുതി കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞാൽ വളരെ ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിൻ്റെ എല്ലാം നോക്കിയിട്ട് ഞങ്ങളെക്കാളുള്ള ഏറ്റവും രസകരമായ കഥകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സെപ്ഷണൽ ഇൻ്റലിജൻസ് കരിയറാണ്. അതിനെക്കുറിച്ചൊന്നും എഴുതാതെ കുറേ ആൾ പോലീസിലുണ്ടായിരുന്നു മദ്രാസ് പ്രൊവിൻസിൽ, ആന്ധ്രയിലൊക്കെ. അതിനെക്കുറിച്ചൊക്കെ എഴുതി. ഇവിടെ ഒറ്റപ്പാലംകാർ ഇവിടെ കുറേ കാലം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ ആരും വായിച്ചില്ല.
പബ്ലിഷർ വാസ്തവം പറഞ്ഞാൽ അങ്ങനെ പബ്ലിഷറെ തന്നെ അങ്ങനെ കിട്ടിയില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടൊരു പബ്ലിഷറെ കണ്ടുപിടിച്ച് കൊടുത്തു ഞാൻ അത് അവിടെയുള്ള കാലത്ത്. അതുകൊണ്ട് അങ്ങനെ ആ പബ്ലിഷർ എന്നോടെന്ന് പറഞ്ഞാൽ ആരും വായിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ദൗത്യത്തിന് മുതിരുന്നില്ല. മുതിരുന്നില്ല. അതിൻ്റെ സാറൊരു വലിയ കുതിര സവാരിക്കാരനുമായിരുന്നു അല്ലേ? വലിയ കുതിര സവാരിക്ക് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു കുതിര, പക്ഷേ ഒരിക്കലും കുതിരയെ മാസ്റ്റർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇല്ല. പക്ഷേ ഞങ്ങളുടെ അക്കാഡമിയിൽ കുതിര പോകുമ്പോഴത്തേക്കും ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പഴയ മാസ്റ്റേഴ്സാണ്. അവർ കുറച്ച് ചീത്ത പറയായിരുന്നു, ഇനി ഒന്നുമല്ല ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതായത് കുതിര എല്ലാ ട്രെയിനേഴ്സും വളരെ അവരുടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട്. ഈ അന്ന് എൻ്റെ IAS ബാച്ച്മേറ്റ് ഗോപാലകൃഷ്ണ ഗാന്ധി, പിന്നെ മഹാരാഷ്ട്ര ഗവർണർ, അല്ല വെസ്റ്റ് ബംഗാൾ ഗവർണറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ മഹാത്മാഗാന്ധിയാണ്. അമ്മയുടെ സൈഡിൽ നിന്നുള്ള ഗ്രാൻഡ് ഫാദർ രാജഗോപാലാചാര്യാണ്. അപ്പോൾ അദ്ദേഹം റൈഡിങ്ങിന് പോകുമ്പോൾ പറഞ്ഞാൽ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്താ സ്വെയിൻ സിംഗ് എന്ന് പറഞ്ഞ് എല്ലാവരും പട്ടാളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ കുതിര സവാരി ട്രെയിൻ ചെയ്യുന്നവരാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞ്, സാർ യുവർ ഗ്രാൻഡ് പേരൻസ് ഗൈഡഡ് ദ നേഷൻ ബട്ട് യു കാൻറ്റ് ഈവൻ ഗൈഡ് എ ഹോഴ്സ്. മുത്തച്ഛന്മാർ രാജ്യത്തെ നയിച്ചെങ്കിലും കുതിര നയിക്കാൻ സാധിക്കുന്നില്ല. ഇനി എന്താണ് അടുത്ത ഒരു ദൗത്യമോ അല്ല എഴുത്തോ അങ്ങനെ എന്താണ് മനസ്സിലുള്ളത്? എഴുതണമെന്നുണ്ട്, പക്ഷേ പഴയ പോലെ എഴുതാനും വായിക്കാനും പണ്ടത്തെ ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പം സാധിക്കുന്നില്ല. ഇപ്പം 80 വയസ്സായി, അതിൻ്റെ ഇതാണെന്ന് അറിയില്ല. പിന്നെ ഈ ഫാമിങ്ങും ടേക്സ് എ ലോങ് ടൈം. പിന്നെ ഞാൻ കുറേ കൊച്ചി ബിയനാലെ തുടങ്ങിയ ചില സംരംഭങ്ങളിലും അതിൻ്റെ ട്രസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യം ഇപ്പോൾ അഡ്വൈസറാണ്. അങ്ങനെ അതിന് ആർട്ടുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു. അപ്പോൾ വളരെ നന്ദി, ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന്. രസകരമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. താങ്ക് യു.